വരുന്ന എപ്പോഴും എന്തെങ്കിലും പരിഭവം പറയാൻ, പരാതി പറയാൻ, എന്നെ കുറ്റപ്പെടുത്താനായി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ആ കുടുംബത്തിന്റെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും? പറയുണ്ട്, അത് നിന്നിട്ട് ഈ നന്ദി പറയുന്ന കൃതജ്ഞതയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുമ്പോൾ, ദൈവത്തിന് നന്ദി പറഞ്ഞ് പരസ്പരവും നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ അന്തരീക്ഷം മനോഹരമാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, നിങ്ങളുടെ വസ്തുവകകൾ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. ചിലരെ കാണിച്ചായിരിക്കും, അവരുടെ മുതലായിരിക്കാം, സ്വർണമായിരിക്കാം, പണമായിരിക്കാം, ശ്രദ്ധിക്കാതെ സൂക്ഷിക്കാതിരുന്നിട്ട് പിന്നെ അവര് അസ്വസ്ഥപ്പെട്ട് നടക്കുകയാണ്. പലരുടെ പുറകെ ഇതൊന്ന് ആരെ എടുത്തോണ്ട് പോയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മൾ ശ്രദ്ധാപൂർവം ജീവിക്കുന്നെങ്കിൽ അങ്ങനത്തെ നഷ്ടങ്ങള്, നാശങ്ങള്, വേദനകള്, അതിന്റെ പേരിലുള്ള പാപപ്രവൃത്തികളൊക്കെ ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റൊന്ന്, എഫേസ്യർ 4:29 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉചിതമായ സമയത്ത് ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ കേൾക്കുന്നവർക്ക് പ്രചോദനവും സന്തോഷവും അഭിഷേകവും പകരുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാവൂ. കുറ്റം പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ അസഭ്യ ഭാഷണമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതൊക്കെ സാധ്യമാവുമോ? അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. കൊളോസ്യർ 4:6 കൂടി വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാൻ, ഞങ്ങളുടെ കുടുംബം ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ മാതൃകയിൽ രൂപപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവര് പ്രാർത്ഥിക്കുന്നില്ല, മറ്റുള്ളവര് നന്മ ചെയ്യുന്നില്ല, മറ്റുള്ളവര് എന്നെ പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് എഴുതിയിട്ട് കാര്യമില്ല. മറ്റുള്ളവരെങ്ങനെ പോയാലും, അവരെങ്ങനെ സംസാരിച്ചാലും, അവരെങ്ങനെ പെരുമാറിയാലും എനിക്കെന്ത് ചെയ്യാൻ പറ്റും? റോമാലേഖനം 12:21 നമ്മൾ വായിക്കുന്നുണ്ട്, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണം. നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക, ജീവിതത്തിലേക്കും എത്തി നോക്കുക. എൻ്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം വളരെ മോശമായിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിന്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ്. ഞാൻ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്, ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, ഞാൻ സ്നേഹിക്കാത്തത് കൊണ്ടാണ്, ഞാൻ ക്ഷമിക്കാത്തത് കൊണ്ടാണ്. കർത്താവേ, അനുദപിക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. എന്നെ വിശുദ്ധീകരിക്കുന്നതിലൂടെ എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ. അങ്ങനെ എൻ്റെ കുടുംബം തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ രൂപപ്പെടുവാൻ ഇടയാക്കണമെന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോലും സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവത്തോട് അനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താൽ അടിത്തറ നന്നായി പണിയണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ, കുടുംബത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഏതാനും കുടുംബങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരട്ടെ. മാതൃക നൽകിയ കുടുംബങ്ങൾ. അബ്രാഹത്തിന്റെയും സാറായുടെയും കുടുംബം ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി. വയസ്സാം കാലത്ത് ലഭിച്ച കുഞ്ഞാണെങ്കിൽ പോലും ആ
കുഞ്ഞിനെ ബലികഴിക്കാൻ പറഞ്ഞപ്പോൾ വിസമ്മതിച്ചില്ല. അതിന് സന്നദ്ധത കാണിച്ച് മുമ്പോട്ട് വരുന്ന അബ്രാഹത്തെയും കുടുംബത്തെയും നമുക്ക് കാണാൻ പറ്റും. ജോഷുവയുടെ കുടുംബം, ജോഷുവ 24:15 നമ്മൾ കാണുന്നുണ്ട്.